ഹലോ, ഇന്ന് നമുക്ക് ബെഡ് സെറ്റ് ഓർഗനൈസേഷൻ ആണേ. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ബെഡ് സെറ്റിൻ്റെ നമ്മൾ ബെഡിൻ്റെ അടുത്തുള്ള ഈ ഒരു കബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ കംഫർട്ടിന് വേണ്ടി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഈ ബെഡ് സെറ്റിൽ വെച്ചുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഞാൻ എങ്ങനെയാണ് ബെഡ് സെറ്റ് ഓർഗനൈസ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബെഡ് സൈഡ് ടേബിൾ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എപ്പോഴും എടുക്കാവൂ, സൂക്ഷിക്കാവൂ എന്നർത്ഥം. ഫസ്റ്റ് ഇതിന് 2 ഡ്രോയറാണുള്ളത്. നമ്മളതിൻ്റെ ടോപ്പിൽ തന്നെ ഫാമിലി ഫോട്ടോ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നൈറ്റ് ആകുമ്പം നമ്മൾ വെള്ളം കുടിക്കാൻ ഒരു ചെറിയ ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ എന്ത് വെച്ചേക്കുന്നത്, ചൂടുവെള്ളം മാത്രമേ വയ്ക്കാറുള്ളൂ. പിന്നെ ഒരു കുഞ്ഞു ഫ്ലവർ പോട്ട് അതിങ്ങനെ കൂടെ മാറ്റി വയ്ക്കും. പിന്നെ ഫോണും അതും നമ്മളെപ്പോഴും രാത്രികാലം നമുക്ക് കൈവെട്ടത്ത് വെക്കണമല്ലോ. അപ്പോൾ ഇത് ബെഡിൻ്റെ ടോപ്പിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ വയ്ക്കാറുള്ളൂ, അല്ല വേറെ ഒന്നും വയ്ക്കാറില്ല. അപ്പോൾ ഫസ്റ്റ് ഡ്രോയറിൽ ഞാൻ എന്തൊക്കെയാണ് സൂക്ഷിക്കുന്നത് കാണിക്കാം. ആദ്യം നമ്മുടെ ഇതിനകത്ത് ഞാൻ AC-യുടെ റിമോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെയാണ് നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഓഫ് ചെയ്യാനും ഒക്കെയാണ് അത് പെട്ടെന്ന് കയ്യിൽ തന്നിരുന്നത്. അതിൻ്റെ ബാറ്ററിയും സൈഡിൽ തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫോണിൻ്റെ ചാർജർ, എൻ്റെ ഹെഡ്സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, പിന്നെ ചാർജറിൻ്റെ പ്ലഗ്. അപ്പം ബെഡ് സൈഡ് നമ്മുടെ ടേബിളിൻ്റെ അടുത്ത് തന്നെ നമുക്കത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഞാനതെപ്പോഴും ടേബിളിൻ്റെ സൈഡിൽ ഒരു പീസ് സൂക്ഷിക്കാറുണ്ട്. അതെപ്പോഴും അതിനകത്ത് തന്നെ ഇരിക്കും. വേറെ പീസ് എനിക്ക് വേറെ എക്സ്ട്രാ ഉണ്ട്. നെക്സ്റ്റ് ബാക്കിയെല്ലാം മെഡിസിൻസാണ്. അതായത് മക്കൾക്കൊക്കെ പനിയൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇത് ഞാൻ ചിലപ്പോഴൊക്കെ വല്ല കാലുവേദനയോ നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് റേഡിയൻ്റാണ്. ഇതൊരു ലിക്വിഡാണ്. ഇത് രണ്ടും സെയിം ആണ്, പെയിൻ കില്ലറാണ്. നമുക്ക് ബോഡിയിൽ പുരട്ടാവുന്ന കാലുവേദന അങ്ങനെയുള്ള വേദനയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് ക്രീമും ഒന്ന് ഒന്ന് പെൻസിൽ ടൈപ്പും ഒന്ന് നമ്മുടെ ലിക്വിഡ് ടൈപ്പ്. നെക്സ്റ്റ് കലാമിൻ ലോഷൻ, നമുക്ക് കഫ് സിറപ്പ്. ഇത് വാസ്ലിൻ എപ്പോഴും ഞാൻ സൂക്ഷിച്ച് കയ്യിലും കാലിലും ഒക്കെ പുരട്ടാൻ വേണ്ടി. അപ്പം കഫ് സിറപ്പും ഉണ്ട്. ഇത് ആവശ്യത്തിനുള്ള മെഡിസിൻസ് എല്ലാം ഇല്ല, നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻസ് മാത്രം. ഇത് വേറൊരു പാക്കറ്റിൻ്റെ ബോക്സാണ് കേട്ടോ. ആ ബോക്സ് കെട്ടിപ്പോൾ ഞാൻ അതിനകത്ത് സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിത് വെച്ചിട്ട് പെട്ടെന്ന് എനിക്ക് രാത്രി നമ്മൾ ഉറക്കത്തിലായിരിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം. ഫസ്റ്റ് ട്രൈഗർബോം, പിന്നെ പനി അളക്കുന്ന മെഷീൻ, വിക്സ്, നെക്സ്റ്റ് മൂക്കിലൊഴിക്കുന്ന മരുന്നുണ്ടല്ലോ ഡ്രോപ്സ്, അത് ഞാൻ എപ്പോഴും സൂക്ഷിക്കും. പിന്നെ പാരസെറ്റമോളും ഉണ്ട്, മെഫ്താലും ഉണ്ട്, പനിയുടെ മരുന്ന്. പാരസെറ്റമോൾ മക്കൾക്കാണ്, ഞാനത് ഉപയോഗിക്കാറില്ല. മെഫ്താൽ മീൻസ് എനിക്ക് പാരസെറ്റമോൾ അലർജിയാണ്, അപ്പോൾ ഞാൻ മെഫ്താലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സിറപ്പിൻ്റെ മെഷർമെൻറ്റ് അടപ്പുണ്ട്. ഒരു തുണി ഞാൻ വെച്ചത് നമ്മൾ പനിയൊക്കെ വരുമ്പം പെട്ടെന്ന് കുട്ടികൾക്ക് തലയിൽ നനച്ചിടാൻ പറ്റുന്നൊരു തുണിയാണ്. അത് ഞാൻ എപ്പോഴും ഇതിനകത്ത് ഒരു പീസെങ്കിലും സൂക്ഷിക്കും. ഇത് ഒരു ടൈപ്പ് നെയ്യാണ്, നമ്മൾ ആയുർവേദ ചികിത്സ ഉണ്ട് മോക്ക്. അപ്പം അത് കണ്ണിൻ്റെ എക്സസൈസിന് വേണ്ടി തരുന്ന ഒരു നെയ്യാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പെർമനൻ്റായിട്ട് ഇവിടെ തന്നെയാണ് വച്ചേക്കുന്നത്. കലാമിൻ ലോഷൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിനകത്ത് ഫസ്റ്റ് ഡ്രോയറിൽ, ഇതല്ലാതെ വേറെ ഒന്നും വയ്ക്കാറില്ല. അപ്പോൾ അത് നമുക്ക് സെറ്റായി. ഈ സെക്കൻഡ് ഡ്രോയറിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനം, ഫസ്റ്റ് നമുക്ക് അത്യാവശ്യമുള്ള രാത്രികളിൽ അത്യാവശ്യമുള്ള സാധനമാണ് ടോർച്ച് എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു പീസ് എപ്പോഴും വച്ചേക്കും. പിന്നെ ഒരു ഡയറിയും ഒരു പേനയും, വലിയ യൂസൊന്നും ഇല്ല, എന്നാലും ഞാൻ പേന എപ്പോഴും നിർബന്ധമായിട്ട് വച്ച് എന്ത് ആവശ്യം വേണമെങ്കിലും ഒന്നും. ഡയറി അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് മക്കളുടെ കുറച്ച് സ്റ്റോറി ബുക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് ചില ദിവസങ്ങളിൽ മിക്കപ്പോഴും ഉറങ്ങിക്കോളും, ചില ദിവസങ്ങളിൽ വർക്ക് ഡേയ്സ് അങ്ങ് ഉറങ്ങിക്കോളും. അല്ലാത്ത ഹോളിഡേയ്സിലൊക്കെ കഥ പറയാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കഥ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഈ ബാലരമ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ സൂക്ഷിക്കും. ഇത് നെക്സ്റ്റ് ഒരു നോവലാണ്. ഇത് ഞാൻ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ, മിക്കപ്പോഴും വർക്കിംഗ് ഡേയ്സിൽ അങ്ങനെയൊന്നും സമയം കിട്ടാറേ ഇല്ല, ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അല്ലാത്ത സൺഡേ സാറ്റർഡേയിലൊക്കെ മൊബൈൽ ഫോണൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ വായിക്കാറുണ്ട്. മിക്കപ്പോഴും എനിക്ക് ബുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരും, എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണെങ്കിൽ നമുക്കങ്ങ് വായിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് കീപ്പ് ചെയ്യും. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ബെഡിൻ്റെ ഈ സൈഡിൽ തന്നെ എനിക്ക് 2 സൈഡ് ടേബിളുണ്ട്. ഒന്ന് ഫസ്റ്റ് ഇതും ഇനി ഓപ്പോസിറ്റ് സൈഡും വേറൊന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഓൾറെഡി സെറ്റായി. ഇതെല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ബെഡ് സൈഡ് ടേബിളും കൂടെ ഒന്ന് നോക്കാം. അവിടെ ഇതുപോലെ ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ വയ്ക്കാറില്ല കേട്ടോ. ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ വയ്ക്കുള്ളൂ. എന്നാൽ നമുക്ക് നെക്സ്റ്റ് അതിലോട്ട് പോയാലോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ടോപ്പിൽ ഞാൻ ഒന്നും വയ്ക്കാറില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും വച്ചിട്ടില്ല. ഇതിനും പഴയ മറ്റേതുപോലെ തന്നെ 2 ഡ്രോയറുണ്ട്. ഫസ്റ്റ് വണ്ണിൽ
ഒന്ന് BP മെഷീനാണ് കേട്ടോ. അങ്ങനെ ഉപയോഗമൊന്നുമില്ല, എന്നാലും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ BP മെഷീൻ എടുത്ത് വെച്ചു. എൻ്റെ ബാറ്ററി ഞാൻ റിമൂവ് ആക്കിയാണ് വെച്ചിരുന്നത് കേട്ടോ. ബാറ്ററി ഇടുമ്പം അതിൻ്റെ ചാർജ് പോകുന്നല്ലോ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനത് ആവശ്യമുള്ളപ്പോൾ മാത്രം ബാറ്ററി ഇട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് തന്നെയാണ് ഞാൻ വച്ചേക്കുന്നത്. ബാറ്ററി സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒരു ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. നെക്സ്റ്റ് നമ്മുടെ ഓക്സോമീറ്റർ ഉണ്ടല്ലോ, അത് ആ ഒരു ടൈമിലൊക്കെ വാങ്ങിച്ചു വെച്ചതാണ്. ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഓക്സോമീറ്ററൊക്കെ ഉപയോഗിക്കാറുണ്ട്, പനിയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. അതതിൻ്റെ അതും സ്ട്രിപ്സുകളും അതിൻ്റെ പെന്നും എല്ലാം ആ പൗച്ചിൽ തന്നെ ഇരുന്നുള്ളൂ. ഇതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഓക്സിമീറ്ററിൻ്റെ ബാറ്ററിയാണ് ഈ സർക്കിൾ ഷേപ്പിലത്. അപ്പോൾ അതും പെട്ടെന്ന് നമുക്ക് എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് അതും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് ബോട്ടിൻ്റെ, അതൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. അതിങ്ങനെ വച്ചേക്കും, ഉപയോഗിക്കും, പക്ഷെ അങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഒന്നും ഉപയോഗിക്കാറില്ല. എന്നാലും അതവിടെ ഞാൻ വച്ചേക്കും. നെക്സ്റ്റ് സെക്കൻഡ് ഡ്രോയിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആക്ച്വലി ഞാനിവിടെ നെബുലൈസേഷൻ വയ്ക്കാൻ വേണ്ടിയായിരുന്നു. നെബുലൈസർ ഉണ്ടല്ലോ, പക്ഷെ അത് ഇച്ചിരി വലിപ്പം കൂടിപ്പോകൊണ്ട് ഇവിടെ വയ്ക്കുന്നില്ല, ഞാൻ വേറെ ഷെൽഫിലോട്ടാണ്. പിന്നെ ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്പെക്സ് അല്ല, അമ്മയുടെ സ്പെക്സാണ്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റീം, നമ്മൾക്ക് ആവി പിടിക്കാനുള്ള ഇതിൻ്റെ ഒരു ലിഡും കൂടെ ഉണ്ട് കേട്ടോ. ആ ലിഡ് ഇതിനകത്ത് കയറത്തില്ല. അപ്പോൾ അത് വേറെ, അതും നമ്മുടെ നെബുലൈസേഷനൊക്കെ ഞാൻ ഒരുമിച്ച് വേറെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു അത്യാവശ്യമാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബെഡ് സൈഡ് ടേബിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.